മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ ഉണ്ണിയുടെ ആ ദുഷ്ട സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഉണ്ണിക്ക് സ്വത്ത് എന്നുള്ള വിചാരം തന്നെ ഇപ്പോഴും ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കർണയുടെ മുത്തശ്ശിയോട് അവരുടെ സ്വത്തൊക്കെ എഴുതി തരാണെങ്കിൽ കർണയെ സ്വീകരിച്ചോളാം എന്ന് പറയണേ. അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ മുത്തശ്ശിയാണെങ്കിൽ കർണയെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ ചെന്നതും കർണയ്ക്ക് മഞ്ജുവിൻ്റെ ഇന്ന് നല്ല അടിയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ജു നല്ലോണം ആട്ടി കർണയെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. കർണ പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അവളൊരു അമ്മയാവാൻ പോകുന്നതല്ലേ മഞ്ജു, നീ അവളെ ഉപദ്രവിക്കുകയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പം ഏടത്തി എന്താ എടുത്തി പറയണേ, ഏടത്തിയും ഒരു അമ്മയാവാനിരുന്നതല്ലേ, ആ സമയത്തല്ലേ അവൾ ഏടത്തിയെ ഉന്തി വീഴ്ത്തിയത്, പിന്നെ ഭാഗ്യം കൊണ്ട് ഏടത്തിക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പം എന്തായാലും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഇപ്പം നഷ്ടം സംഭവിച്ചത് അവൾക്ക് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഇനി അവളെ കമലേശ്വരത്തേക്ക് ഒരു കാരണവശാലും കയറ്റരുത് മഹി എന്ന് പറയുമ്പം അതൊന്നും എൻ്റെ തീരുമാനമല്ല ലേഹ, കണ്ണേട്ടനെ എന്ത് തീരുമാനിക്കണോ ആ തീരുമാനത്തിനനുസരിച്ചേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ, കണ്ണേട്ടനെ ഞാൻ ഒരു രീതിയിലും നിർബന്ധിക്കില്ല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടന് ഇനി അവളോട് മനസ്സലിവൊന്നും തോന്നില്ല, എന്തായാലും അവളുടെ അച്ഛനാ കണ്ണേട്ടൻ്റെയും എൻ്റെ അച്ഛനെയും കൊന്നതെന്ന് അറിഞ്ഞിട്ടും കണ്ണേട്ടനെ അവളോട് ക്ഷമിച്ചതല്ലേ, അപ്പോൾ അവൾക്ക് അഹങ്കാരം, അതുകൊണ്ടല്ലേ അവൾ എടുത്തിയ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടത്, ഇനി കണ്ണേട്ടനെ അവളോട് ക്ഷമിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആങ്ങളെന്നെ വിശ്വസിക്കാനും പറ്റില്ല, സ്വത്തും പണവും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാം മറക്കും, അയാൾക്ക് അച്ഛനും അമ്മയും പെങ്ങളൊന്നൊന്നുമില്ല, അയാൾ ബന്ധുക്കളെക്കാളും കൂടുതൽ വില കൽപ്പിക്കുന്നത് സ്വത്തിനും പണത്തിനും തന്നെയാണ്, അയാൾക്ക് അയാളുടെ അമ്മാവൻ്റെ മോൻ്റെയും അതേ സ്വഭാവം തന്നെയാണ്. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം മഞ്ജുവിൻ്റെ അമ്മ കരുണയെ വീട്ടിലോട്ട് കയറ്റാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പം അമ്മ സമ്മതിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഉണ്ണിയേട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തായാലും കണ്ണേട്ടൻ തീരുമാനിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല, കണ്ണേട്ടൻ ഒരിക്കലും ഇനി അവിടെ അങ്ങോട്ട് കയറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, കരുണയെ എന്തെങ്കിലും കാരണവശാൽ കണ്ണേട്ടൻ കമലേശ്വരത്തേക്ക് തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിൽ മഹീനെയും കുഞ്ഞിനെയും ഞാൻ ഒരിക്കലും അങ്ങോട്ട് വിടൂല, എൻ്റെ വീട്ടിൽ തന്നെ നിർത്തുള്ളൂ, കാരണം കരുണയുടെ ഉള്ളിൽ എപ്പോഴും ഒരു പകയുണ്ട്, അവൾക്കൊരു കൊലയാളി മനസ്സുമുണ്ട്, അതുകൊണ്ട് മഹീനെയും കുഞ്ഞിനെയും ഏത് നിമിഷം വേണമെങ്കിലും അവൾ അപായപ്പെടുത്താം, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, എന്തായാലും ഇത്രയും വലിയ അപകടം തരണം ചെയ്താൽ മഹിയും കുഞ്ഞും രക്ഷപ്പെട്ടു വന്നത്, ഇനി ഒരു പരീക്ഷണത്തിന് ഞാനും അനന്തയോട്ടനും തയ്യാറാവില്ല, ഇനിയിപ്പോൾ കണ്ണേട്ടനെ എതിർത്താലും ഞാൻ സമ്മതിക്കൂല എന്ന്. പിന്നീട് കാണിക്കുന്നത് കരുണ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാണ്. ആ സമയത്ത് കരുണയെ കാത്ത് മുത്തശ്ശി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കരുണേനെ കണ്ടതും മുത്തശ്ശി എഴുന്നേറ്റ് ഓടി വന്നിട്ട്, എന്തായി മോള് പോയിട്ട് മഹാലക്ഷ്മിയെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ മുത്തശ്ശി, അവിടെ മഹാലക്ഷ്മി മാത്രമായിരുന്നില്ല, ആ മഞ്ജുവും ലേഖയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തശ്ശി മുഖത്തേക്ക് നോക്കിയതും കരുണയുടെ മുഖത്താണെങ്കിൽ വിരൽപ്പാട് കാണുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ ആ ലക്ഷ്മി തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, ലക്ഷ്മി അല്ല മുത്തശ്ശി, ആ മഞ്ജു എന്നെ തല്ലിയത്, അവളെന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ, എന്നെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു മുത്തശ്ശി, ഇനി ഒരിക്കലും എന്നെ കമലേശ്വരത്തേക്ക് കയറ്റാൻ അവളൊന്നും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും മോളുടെ ജീവിതം ഇനി കമലേശ്വരത്ത് ജീവിച്ച് തീർക്കണം മോളെ, അതിന് മോളിത് ക്ഷമിച്ചേ പറ്റൂ, എന്തായാലും മോൾക്കും ഒരവസരം വരും, അപ്പോൾ അവളോടൊക്കെ അതിന് പ്രതികാരം ചെയ്യാമെന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, അതിന് അവരെന്നെ അങ്ങോട്ട് കയറ്റിയിട്ട് വേണ്ട മുത്തശ്ശി, ലക്ഷ്മി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞാൽ, കണ്ണേട്ടൻ സമ്മതിക്കുന്ന കാര്യം സംശയം മുത്തശ്ശി എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും മോളിനി ജീവിക്കേണ്ടത് കമലേശ്വരത്ത് ഉണ്ണിക്കുട്ടനൊപ്പം തന്നെയാണ്, അതിനൊരു മാറ്റമില്ല, എന്തായാലും മോള് ഉണ്ണിയുടെ ഒപ്പം ജീവിക്കണേന് ലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ലക്ഷ്മി പറഞ്ഞില്ലേ, ഇനി കണ്ണന് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, കണ്ണനെയും എങ്ങനെയെങ്കിലും പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം മോളെ, എന്തായാലും നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കണ്ണൻ നിന്നോട് ക്ഷമിക്കുമായിരിക്കും എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടൻ ക്ഷമിച്ചിട്ടും കാര്യമില്ല, അമ്മയും മഞ്ജും എന്തായാലും എന്നെ അങ്ങോട്ട് കയറ്റില്ല, അമ്മയ്ക്ക് ഇപ്പം എന്നോട് ഭയങ്കര ദേഷ്യം മുത്തശ്ശിയുന്ന. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നേരാ മോളെ, ദുർഗയ്ക്ക് ഇപ്പം മോളെ ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ശത്രുതയാണ് മോളോട്, അതുകൊണ്ട് മോളെ ദുർഗ ഒരിക്കലും അങ്ങോട്ട് കയറ്റാൻ അനുവദിക്കില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് കയറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം വേറൊരു മാർഗ്ഗമില്ല മോളെ, എന്തായാലും കേസ് നടത്തി മോളുടെ അച്ഛൻ്റെ സമ്പാദ്യമൊക്കെ തീരും, പിന്നെ മോൾക്കും കുഞ്ഞിനും ജീവിക്കണമെങ്കിൽ ആ ഉണ്ണിയുടെ സഹായം ഇല്ലാണ്ട് പറ്റില്ല, എങ്ങനെയെങ്കിലും മോള് കമലേശ്വരത്തേക്ക് തിരിച്ചു പോകാൻ നോക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇന്ന് കരുണ മഹാലക്ഷ്മിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു, അവിടെ വെച്ച് മഞ്ജുവിൻ്റെ ഇത് നല്ല അടിയും കൊണ്ടിട്ട് അവൾ പോയെന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മഞ്ജു അവളെ തല്ലിയെന്ന് ചോദിക്കുമ്പം, നീ എന്തൊക്കെയാടാ ഉണ്ണി ഈ പറയണത്, മഞ്ജുവിന് വിഷമം ഉണ്ടാവൂലേ, അവൾ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ആ വിഷുവേട്ടനെ എല്ലാവരും ചേർന്ന് കൊന്നത്, ഒരച്ഛൻ്റെ സ്നേഹവും ലാളനയും ഒന്നും അനുഭവിക്കാൻ എൻ്റെ മോൾക്ക് പറ്റിയിട്ടില്ല, അങ്ങനെയുള്ള
മാത്രമല്ല എൻ്റെ മോളുടെ അടുത്തേക്ക് അവളുടെ അച്ഛൻ്റെ കൊലയാളിയുടെ മോള് ചെന്നാൽ അവൾ വെറുതെ ഇരിക്കുമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് മരിച്ചയാൾ മരിച്ചു, പിന്നെ ഇനി ജീവിച്ചിരിക്കണവരെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം നീ എന്താടാ മോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നിനക്ക് നിൻ്റെ അച്ഛനോട് ഒരു സ്നേഹവും ഇല്ലെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ പാകത്തിന് അച്ഛനെ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണന് അവൻ്റെ അച്ഛനെ ഇപ്പോഴും ജീവന, അന്നും ജീവനായിരുന്നു, അത് സ്വത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ ഉണ്ണിയുടെ സ്വഭാവം നേരെ തിരിച്ച, ശരിക്കും എൻ്റെ ആങ്ങളയുടെ സ്വഭാവമായിരിക്കും ഇവനിക്ക് കിട്ടിയേക്കണേ, അതുകൊണ്ടാണ് ഇവനിക്ക് സ്വത്തിനോടും മുതലിനോടും ഇത്രയധികം ആർത്തി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, വിശ്വട്ടൻ മരിച്ചിട്ടും കണ്ണൻ എന്നെ സ്വന്തം അമ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും അവനെ എൻ്റെ മകനായിട്ട് കണ്ടിട്ടുമില്ല, ആ രീതിയിൽ സ്നേഹിച്ചിട്ടുമില്ല. അന്ന് തന്നെ വിശ്വട്ടൻ്റെ അപകടത്തിൽ വീൽ ചെയറിലായ കണ്ണന് നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അവൻ എഴുന്നേറ്റ് നടന്നേന്. വാമേട്ടൻ പറഞ്ഞതും കേട്ട് ഞാൻ അവൻ്റെ ചികിത്സ ഉഴപ്പിയതും മരുന്നിൽ മായം ചേർത്ത് കൊടുത്തതും, ഇല്ലെങ്കിൽ കണ്ണൻ നിങ്ങളെക്കൂട്ട് തന്നെ എഴുന്നേറ്റ് നടക്കേണ്ടവനാണ്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അന്നമ്മ മരുന്നിൽ മായം ചേർത്ത് കൊടുത്ത നേരം കൊണ്ട് അയാൾക്ക് വിഷം ചേർത്ത് കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് അമ്മ പറയുന്നത്, എല്ലാ സ്വത്തുക്കളും അയാളുടെ പേരിലല്ലേ, എനിക്കായിട്ട് എൻ്റെ അച്ഛൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് അതിന് ഈ സ്വത്തുക്കളിൽ മുക്കാ ഭാഗവും കണ്ണൻ്റെ അമ്മയുടെ അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ അല്ല, കണ്ണൻ്റെ അമ്മയുടെ സ്വത്ത് പിന്നെ കണ്ണനല്ലേ ചെല്ലണേന്ന് ചോദിക്കുമ്പം എന്നാലും അച്ഛനക്ക് നമുക്ക് വേണ്ടി കുറച്ച് സ്വത്ത് മാറ്റി വയ്ക്കായിരുന്നല്ലോ, അതച്ഛൻ ചെയ്തില്ലല്ലോ, പിന്നെ അങ്ങനെയുള്ള അച്ഛനോട് ഞാൻ എന്തിനാ സ്നേഹം കാണിക്കണേന്ന്. ആ സമയത്ത് ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഉണ്ണി ഭയങ്കര ദുഷ്ട സ്വഭാവക്കാരനാണ്. പിന്നീട് കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് ആസ്പത്രിയിൽ വരുന്ന സമയത്ത് മഞ്ജു ഈ കരുണ വന്ന കാര്യം പറയുമ്പോൾ തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഏടത്തിനോട് മാപ്പ് പറയാനാ വന്നതെന്നാ പറഞ്ഞത്, പക്ഷേ അവളുടെ ലക്ഷ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും, ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അവൾ ഏടത്തിയോട് മാപ്പ് പറയാനാന്ന് പറഞ്ഞത്. എന്തായാലും അവളുടെ മനസ്സിലൊരു കൊലയാളിയുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇനി കമലേശ്വരത്തേക്ക് കരുണയെ തിരിച്ച് കയറ്റരുത് കണ്ണേട്ടാന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതിനി ഒരിക്കലും ഉണ്ടാവില്ല, ഞാൻ അവളോട് ഒരിക്കൽ ക്ഷമിച്ചതാ, അന്ന് അവൾ എൻ്റെ മഹിയോടും കുഞ്ഞിനോടും ചെയ്ത ദ്രോഹം ഇനി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അതുമാത്രമല്ല അവളെ കമലേശ്വരത്ത് വിശ്വസിച്ചിനി താമസിപ്പിക്കാനും പറ്റില്ല. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഹീനെയും കുഞ്ഞിനെയും ഞാൻ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചേക്കണേ. ആ സമയത്ത് അവളെവിടെ ഉണ്ടായ എൻ്റെ കൊച്ചിൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കുന്നു. അന്നേരം ലേഹ്യം പറയുന്നുണ്ട് അത് കണ്ണേട്ടൻ പറഞ്ഞത് നേരെ, അവൾക്കൊന്നും ഒരിക്കലും നന്നാവാൻ പറ്റില്ല കണ്ണേട്ട, എന്തായാലും അവളിപ്പോൾ കമലേശ്വരത്തേക്ക് വന്നത് അവളുടെ അച്ഛൻ ജയിലിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ ഉണ്ണിയെ ഉപേക്ഷിച്ച് പോകാനിരുന്നവളല്ലേ, ഉണ്ണിക്ക് കഴിവില്ല പൈസ ഇല്ല എന്നും പറഞ്ഞ് അവൾക്ക് എപ്പോഴും ഉണ്ണിയെ പരിഹാസമായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിയെ വേണ്ടെന്ന് വയ്ക്കാനും അവൾക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവളുടെ അച്ഛൻ ജയിലിലുമായി, അച്ഛൻ്റെ സമ്പാദ്യമൊക്കെയും കേസ് നടത്തി തീരുമെന്ന് മനസ്സിലായതുകൊണ്ട് അവളും അവളുടെ മുത്തശ്ശിയും കൂടി തിരിച്ച് കമലേശ്വരത്തേക്ക് കയറാൻ നോക്കണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല, ചിലപ്പോൾ ഉണ്ണി സമ്മതിക്കുമായിരിക്കും, അവനക്ക് മനുഷ്യബന്ധങ്ങൾക്കൊന്നും വലിയ വില ഉള്ളവനല്ല, അവൻ സ്വത്തിനും പണത്തിനും മാത്രമേ വില കൽപ്പിക്കണേ, ഇനിയിപ്പോൾ പ്രതാപൻ്റെ സ്വത്തുക്കളൊക്കെ അവനക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ കരുണയെ സ്വീകരിക്കാനും മടിക്കൂല, വേണമെങ്കിൽ പ്രതാപൻ്റെ വീട്ടിൽ പോയി താമസിക്കാനും മടിക്കൂല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എവിടെ പോയി താമസിച്ചാലും കുഴപ്പമില്ല കണ്ണേട്ട, ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിലേക്ക് ഇനി അവളെ കയറ്റരുത്, അവളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഏടത്തിയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അത് ആപത്തായിരിക്കും. ആ സമയത്ത് മഹാലക്ഷ്മിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താടോ തൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല കണ്ണേട്ട, കണ്ണേട്ടൻ എന്ത് തീരുമാനിക്കണോ ആ തീരുമാനത്തിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവുമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും തനിക്ക് തൻ്റെ അനുജത്തിയോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടാ കണ്ണേട്ട വിഷമം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അമ്മയ്ക്ക് തന്നെയല്ല സങ്കടം എന്ന് പറയുമ്പം അത് ശരിയാ, തൻ്റെ അമ്മ എല്ലാ കാര്യത്തിലും വിഷമിക്കുന്നത്, ആ വിഷമമൊന്നും കരുണയ്ക്കില്ല, തന്നോടോ തൻ്റെ അമ്മയോടോ കരുണയ്ക്ക് ഒരു തരി പോലും സ്നേഹമില്ല, സ്വന്തം അമ്മയെ വെറുക്കുന്ന മകളാണ് അവൾ, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ താനൊരു സഹതാപവും വിചാരിക്കേണ്ട കാര്യമില്ല, അവൾക്ക് ഒരിക്കലും തന്നെയോ തൻ്റെ അമ്മയോ സ്നേഹിക്കാൻ പറ്റില്ല, അവളുടെ മനസ്സ് നിറച്ചും വിഷം മാത്രമേ ഉള്ളൂ, അതും അവളുടെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് അവളുടെ മനസ്സിൽ കുത്തി നിറച്ചേക്കണേ, അത് ഈ ജന്മം മാറുമെന്ന് തോന്നണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണിയാണ്. ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഉണ്ണി തീരുമാനിച്ചേക്കണേ, കരുണയെ അങ്ങോട്ട് തിരികെ കൊണ്ടുവരാനാണോ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ കരുണ ഇവിടെയല്ലേ ജീവിക്കേണ്ടത്, അയാളുടെ ഭാര്യ അയാളുടെ ഒപ്പമാകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം വേണ്ടതെന്ന് ചോദിച്ചതും ഈ ദുർഗ പറയുന്നുണ്ട് ഈ മുത്തശ്ശി എന്താടാ നിനക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എന്തായാലും മുത്തശ്ശിക്ക് വീടും സ്ഥലമൊക്കെ ഉണ്ടല്ലോ, തൽക്കാലം അത് എഴുതി മേടിക്കാം, അതിനുശേഷം അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നായിട്ട് ഞാനത് എൻ്റെ കയ്യിലാക്കുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും ഇത് വേണോടാ മോനെ, നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മോളെ ഇവിടെ താമസിപ്പിച്ച വിശ്വട്ടൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് 1 വർഷം കരുണ ഇവിടെ താമസിച്ചുല്ലോ, എന്നിട്ട് അച്ഛൻ്റെ ആത്മാവിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അന്ന് നമുക്കൊന്നും സത്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ
ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും ദിവസം അമ്മ അവളുടെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടു നിന്നതല്ലേ, പിന്നെ ഇപ്പം എന്താ അമ്മയ്ക്കൊരു സ്വഭാവം മാറ്റുന്നു ചോദിക്കുമ്പം, നീ എന്തൊക്കെയാടാ മോനെ ഈ പറയണേ, ഇത്രയും നാളും എനിക്ക് അറിയില്ലായിരുന്നല്ലോ എൻ്റെ വിശ്വട്ടനെ കൊന്നത് അവളുടെ അച്ഛനാണ്. അതറിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് അവളെ സ്നേഹിക്കാനോ പരിചരിക്കാനോ അവളോട് മാന്യമായി പെരുമാറാനോ പറ്റുമെന്ന് നിനക്ക് തോന്നണ്ടോയെന്ന് ചോദിക്കുമ്പം, അമ്മ എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ അവളെയും കൂടി തിരിച്ച് വിളിച്ചു കൊണ്ടാൽ അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്ന് ചേരുള്ളൂ. അല്ലാതെ ഞാനിവിടെ കണ്ണേട്ടൻ്റെ വാക്കും കേട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ണേട്ടനാണെങ്കിൽ എനിക്കൊന്നും തരാനും പോണില്ല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും നല്ല മനസ്സുള്ളവരാടാ, അതുകൊണ്ടല്ലേ നമ്മൾ അവരോട് ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടും അവർ ഇതുവരെ നമ്മളിവിടുന്ന് ഇറക്കി വിടുമോ, നിൻ്റെ ശമ്പളം മുടക്കുമോ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതിരിക്കുമോ ഒന്നും ചെയ്യാതിരുന്ന്. അപ്പോൾ നീ അവരോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നടത്തി തന്നോളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് അവരുടെ കാല് പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. എന്തായാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനിയിപ്പോൾ കരുണയെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് എത്ര പ്രാവശ്യം നമ്മൾ നോക്കി, അന്നൊക്കെ അയാൾ നമ്മളിവിടുന്ന് ഇറക്കി വിടേണ്ടേ അല്ലായിരുന്നോ? അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനാവണ്ട, അയാൾക്ക് അങ്ങനെയുള്ള മനസ്സൊന്നുമില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാ, കണ്ണൻ്റെ മനസ്സ് അങ്ങനെയാണ്, പക്ഷെ നിൻ്റെ മനസ്സ് നേരെ ഓപ്പോസിറ്റാണ്, നിൻ്റെ അമ്മാവൻ്റെയും മേഹൻ്റെയും സ്വഭാവമാണ് നിനക്കെന്ന്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, അമ്മ അങ്ങനെ വലിയ പുണ്യവാളത്തിയൊന്നും ആവണ്ട, ഇത്രയും നാൾ അമ്മയും മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? അതുമാത്രമാണോ കണ്ണേട്ടൻ വീൽ ചെറിയിൽ നിന്നും എഴുന്നേക്കാതിരുന്നതിൻ്റെ കാരണക്കാരി അമ്മ തന്നെയല്ലേ എന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, എന്തായാലും കരുണയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും ഉണ്ണിയോടും ദുർഗയോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, അതല്ലട മോനെ, ഇന്ന് ആ കരുണയുടെ മുത്തശ്ശി ഇവിടെ വന്നായിരുന്നു, കരുണയെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, ഇനി എനിക്ക് അങ്ങനെ ഒരു മരുമോളില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ ഒരു മരുമോളില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭാര്യയുണ്ട്, അതുകൊണ്ട് കരുണയെ ഞാനിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ അത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം, അതെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതും കണ്ണൻ പറയുന്നുണ്ട്, കരുണയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്താകാൻ പോകുന്നത് കരുണ മാത്രമല്ല, കൂടെ നീയും കൂടി ആയിരിക്കും. പിന്നെ നിനക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതുമാത്രമല്ല, മാസാമാസം ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നുകൊണ്ടിരിക്കണം, ആ പൈസ ഞാൻ കട്ട് ചെയ്യും, പിന്നെ നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കരുണയെ ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ടിരും, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കരുണയുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കുമെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഉണ്ണീനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.